friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ എക്സാം അടുത്തെത്തി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഏതാനും ദിവസം കൂടി നമ്മളുടെ എക്സാം പ്രിപ്പറേഷന് ഉള്ളൂ. ആൻഡ് ഓഗസ്റ്റ് 14th 2021 നമ്മളുടെ കേരള സെറ്റ് എക്സാം ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഓൾ അവെയർ ഓഫ് അവർ ഡേറ്റ്സ്, റൈറ്റ്? എക്സാം ഡേറ്റ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വി ആർ ഹിയർ ഫോർ പാർട്ട് 5 ഓഫ് 2017 ഓഗസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ്. ഓക്കെ, സോ എപ്പോഴും പറയുന്ന പോലെ നമ്മൾക്ക് കുറച്ചധികം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ അറൗണ്ട് ഒരു 12 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ സീരീസ് എന്നും ക്വസ്റ്റ്യൻ പേപ്പർ പല സീരീസ് ആയിട്ട് നമ്മൾ 2020, 2019, 2018, 2017 ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് പാർട്ട് 20 വരെ നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡെയിലി ടോപ്പ് മിനി സീരീസ് ആണ് കുട്ടികളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടൊരു സീരീസ്. ഇതെല്ലാം നിങ്ങൾക്ക് കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ഉണ്ടാവും. അവിടെ നമ്മൾ എല്ലാ പ്ലേലിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so now we are going to discuss our question paper series part 5. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ചിലപ്പോൾ ഹൗസ് വൈഫ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന ടൈമിൽ ഈ ഒരു കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ വീഡിയോ തന്നെ കാണണം എന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ടോപ്പിക്ക് ഒന്നും കൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഇനി നമ്മൾക്ക് അങ്ങോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? സോ ആ സമയത്ത് നിങ്ങൾ ഓരോ ടൈമും ഓരോ മിനിറ്റും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഏത് യൂട്യൂബ് ചാനലിലാണോ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ ഇന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ ആണ് എനിക്ക് കാണണ്ടേ, വാട്ട് എവർ ഇറ്റ് മേ ബി, നോ മാറ്റേഴ്സ്, അതൊന്ന് ഓൺ ചെയ്ത് നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, 3 times പ്ലേ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു വീഡിയോനെ പറ്റി ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങളൊന്ന് ഫ്രീ ആവുമ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്നും കൂടെ കണ്ട് അതിൻ്റെ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇറ്റ് വർക്ക്സ് വണ്ടർ. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രിക്കാണ്, അധികം ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇപ്പോൾ നമ്മളുടെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു അവർ സെഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രാക്ടീസ് ടീച്ചിങ് സെഷൻ. നമ്മളുടെ ഈ ഒരു BEd ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കവിടെ പ്രാക്ടീസ് ടീച്ചിങ് സെഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? നമുക്ക് 3rd സെമസ്റ്ററിലും അതുപോലെ തന്നെ 4th സെമസ്റ്ററിലും നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവും, അല്ലേ? ഓരോ സ്കൂളിൽ പോയിട്ട് നമുക്ക് കുറച്ച് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ഒരു ടാസ്ക് നമ്മൾക്ക് തരും. സോ അതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആസ് റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെ ആസ് എ ടീച്ചർ ബിഹേവ് ചെയ്യുന്നു അത് തന്നെയാണ് അവർ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. സോ നമ്മളുടെ ഒരു 100% ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ക്ലാസ് എടുക്കാൻ. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഗെറ്റിംഗ് എക്സ്പോസ് ടു എ പ്രോബബിൾ പ്രോബ്ലം. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഇന്നോവേറ്റിംഗ് കോണ്ടെക്സ്ച്വലൈസ്ഡ് സ്ട്രാറ്റജി. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ഡെവലപ്പിംഗ് പ്രൊപ്രൈറ്ററി. ആൻഡ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് ഡെവലപ്പിംഗ് കോമ്പറ്റൻസ് ഇൻ കൺസ്ട്രക്റ്റിംഗ് ഇവാലുവേഷൻ ഡിവൈസ്. സോ അക്കോർഡിംഗ് ടു മീ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ ABC എന്ന് പറഞ്ഞ് തന്നിട്ട് നമുക്ക് വേറെയും അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഇപ്പോൾ ഫസ്റ്റ് 1 ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് 1 and 2, പിന്നെ പറഞ്ഞിരിക്കുന്നത് 1, 2 and 3, പിന്നെ പറഞ്ഞിരിക്കുന്നത് 1, 2, 3, 4 ആൻഡ് ദ ലാസ്റ്റ് 1 only 1 എന്നുള്ള ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളൂ കേട്ടോ. സോ നമ്മൾക്ക് ഇവിടെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയൂ, ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയായിരിക്കും നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് പിക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് 1 ഡെഫിനറ്റ്ലി യെസ്. കാരണം ഗെറ്റിംഗ് എക്സ്പോസ് ടു എ പ്രോബബിൾ പ്രോബ്ലം, നമുക്കൊരു പ്രോബ്ലം അവർ തരും. ഓക്കെ, സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം തന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്യുന്നത് എന്ന് ചെക്കൗട്ട് ചെയ്യും.
ഇപ്പോൾ നമ്മളുടെ കേരള സിറ്റിൻ്റെ എക്സാമിൽ തന്നെ നോക്കൂ, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവർ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത് അല്ലേ. സോ അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗെറ്റിംഗ് എക്സ്പോസ് ടു എ പ്രോബബിൾ പ്രോബ്ലം, നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം നമുക്ക് തന്നിട്ട് എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യും എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഗെറ്റിംഗ് എക്സ്പോസ് ടു എ പ്രോബബിൾ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മൂവിങ് ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇന്നോവേറ്റിംഗ് കോണ്ടെക്സ്ച്വലൈസ്ഡ് സ്ട്രാറ്റജീസ്, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ്, എന്തൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിയൽ ലൈഫ് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു തരിക, അല്ലെങ്കിൽ നിമോണിക്സ് വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞു തരിക. ഇതൊന്നും ഇന്നോവേറ്റീവ് അല്ല, ഈവൻ ദോ അതൊക്കെ എൻ്റേതായ ആസ് എ ടീച്ചർ എനിക്ക് ഉള്ള ഒരു സ്ട്രാറ്റജീസാണ്. സോ ഇന്നോവേറ്റിംഗ് കോണ്ടെക്സ്ച്വലൈസ്ഡ് സ്ട്രാറ്റജീസ്. സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഡെവലപ്പിംഗ് പ്രൊപ്രൈറ്ററി ഇൻ ദ സെൻസ് ഒരു ബിസിനസ് നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ഹെഡിനെയാണ് പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഓണർ എന്നൊക്കെ പറയുന്നത്. സോ ഇൻ ദ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ ഒരു പ്രൊപ്രൈറ്ററിയാണ്. സ്റ്റുഡൻസിനെ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ട് കൊടുക്കുന്ന ഒരു ടീച്ചർ എന്നുള്ളത് ഒരു പ്രൊപ്രൈറ്ററിയാണ്. ഓക്കെ, ഇനി നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് ഡെവലപ്പിംഗ് കോമ്പറ്റൻസ് ഇൻ കൺസ്ട്രക്റ്റിംഗ് ഇവാലുവേഷൻ ഡിവൈസ്. നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസിൽ തന്നെ നമ്മൾ ഇവാലുവേറ്റിംഗ് ഡിവൈസസിനെ കൺസ്ട്രക്ഷൻ നടത്തില്ല, റൈറ്റ്. നമുക്ക് അവിടെ ആവശ്യമുള്ളത് എന്താ, ടീച്ചിങ് സെഷൻസിൻ്റെ പ്രാക്ടീസും അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ പ്രോബ്ലംസ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ഇവാലുവേഷൻ ഡിവൈസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആസ് എ റിയൽ ടീച്ചർ ആയി കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു ഡെവലപ്പിംഗ് കോമ്പറ്റൻസ് ഇൻ കൺസ്ട്രക്റ്റിംഗ് ഇവാലുവേഷൻ ഡിവൈസ്. So I hope this question is all clear to you. Now let's move to the next one. So now we are going to the next question and it is a match the following. ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കറക്റ്റായിട്ട് പെയർ ചെയ്ത് തന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട്. സോ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് NEP, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഉണ്ട്. അതാണ് ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ സെക്കൻഡ് പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഫോക്കസ് ചെയ്യുന്നത് പേസ് സെറ്റിംഗ് സ്കൂളിലാണ്. ആൻഡ് ഇതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം ആഡ് ഓൺ ചെയ്തോട്ടെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീനെ പറ്റി നമ്മൾ 2 വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 വീഡിയോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളത് വീഡിയോ കണ്ട് അതിൻ്റെ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ടേക്ക് മൈ വേർഡ്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും. Now moving to the next point, World Commission on Environment and Development 1987. So World Commission on Environment and Development എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്താണ്. കാരണം ആ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് തന്നെ കണ്ടോ, വേൾഡ് കമ്മീഷൻ ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ തന്നെ പെയറിനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടെ ആപ്റ്റായിട്ട് മാച്ച് ഔട്ട് ചെയ്ത് വരും. ഓക്കെ, now the next point which is very important, Varda Educational Resolution which is in the year 1937. അത് ഒരു എക്കണോമിക് ഗോൾ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ആണ്. വൺസ് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, വർദ്ധ എഡ്യൂക്കേഷണൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1937 ആണ്. അത് ഒരു എക്കണോമിക് ഗോൾ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു വർദ്ധ എഡ്യൂക്കേഷണൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തായാലും നോട്ട് ഡൗൺ ചെയ്യണം, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇനി മൂവിങ് ടു ദി ലാസ്റ്റ് പോയിന്റ്, എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത് വാട്ടർ എയർ ലാൻഡ് പ്രൊട്ടക്ഷൻ. സോ വൺസ് അഗെയിൻ എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത് വാട്ടർ എയർ ലാൻഡ് പ്രൊട്ടക്ഷൻ. സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. ഇതിൽ വർദ്ധ എഡ്യൂക്കേഷണൽ റെസൊല്യൂഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. 1937 ആണ് അതിൻ്റെ ഇയർ. അത് ഒരു എക്കണോമിക് ഗോൾ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ആണ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ 2 മെയിൻ കമ്പോണൻസ് ഓഫ് CPU. CPU-ൻ്റെ മെയിനായിട്ടുള്ള 2 കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ സെഷനിൽ കമ്പ്യൂട്ടർ സീരീസിൽ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. control units and registers and main memory, and then control units and ALU and bus. സോ ഇവിടെ വരുന്നത് കൺട്രോൾ യൂണിറ്റ്സ് ആൻഡ് ALU എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ.
ടു മെയിൻ കമ്പോണൻസ് ഓഫ് CPU എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്സ് ആൻഡ് ALU. സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ. കമ്പ്യൂട്ടറിൻ്റെ സീരീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ കമ്പ്യൂട്ടർ സീരീസ് അല്ലേ, അത് നമുക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി മാറ്റിവെക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ പോർഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ, റൈറ്റ്? സോ നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സെക്ഷനായിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ സീരീസ് എല്ലാം നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. Are looking at it will be very good and it will be very helpful and useful for you for your Kerala Set 2021. Okay, so now let's move to the next question. This question is very interesting and one of my favorite question. ഇത് റിസർച്ച് സെഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സർവേ റിസർച്ച് ഉണ്ട്, ആക്ഷൻ റിസർച്ച് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട് ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉണ്ട്. ഈ 4 റിസർച്ചിനെ പറ്റിയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിസർച്ച് സീരീസ് കാണാത്ത സ്റ്റുഡൻസ് ഈ ഒരു ഗ്യാങ്ങിലുണ്ടെങ്കിൽ ഗോസ് വാച്ച് റിസർച്ച് സീരീസ് ബിക്കോസ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സീരീസ്. ഓക്കെ, ഞാൻ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം റിസർച്ച് സീരീസ്, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റിസർച്ച് സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെയധികം കൂടുതൽ ചോദിച്ചു കാണുന്നുണ്ട്. കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പോർഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് റിസർച്ച് സീരീസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാരണം എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും എനിക്ക് കേരള സെറ്റ് മേടിച്ചു കൊടുക്കണം എന്നെനിക്ക് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് റിസർച്ച് സീരീസ് മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, സീരീസിൽ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ഈ സർവേ റിസർച്ചും ആക്ഷൻ റിസർച്ചും ഹിസ്റ്റോറിക്കൽ റിസർച്ചും എക്സ്പെരിമെൻ്റൽ റിസർച്ചും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഷോർട്ട് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഞാൻ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. സോ നിങ്ങളത് കണ്ട് അതിൻ്റെ നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്യണം. ദാറ്റ് ഇസ് ഫോർ മസ്റ്റ്. ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സർവേ റിസർച്ച് എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോൾ സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗവൺമെൻറ് എംപ്ലോയീസ് വരും. ഒരു 1 or 2 ഗവൺമെൻറ് എംപ്ലോയീസ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് പനിയുണ്ടോ, അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കില്ലേ? അത് തന്നെയാണ് സർവേ റിസർച്ച്. സോ സർവേ റിസർച്ചിൻ്റെ കറക്റ്റ് മാച്ച് എന്ന് പറയുന്നത് കറണ്ട് ട്രെൻഡ്സ് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ മിറാണ്ട കൊക്കക്കോള, അത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഏതാണ് കൂടുതൽ താല്പര്യം എന്നുള്ള ആ ഒരു സ്റ്റഡിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് സർവേ റിസർച്ചാണ്, റൈറ്റ്? ആളുകളോട് അവരുടെ ഒപ്പീനിയൻ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് റിസർച്ചാണ് സർവേ റിസർച്ച്. ഇനി നെക്സ്റ്റ് വൺ ആക്ഷൻ റിസർച്ച്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിസർച്ച്. ആക്ഷൻ റിസർച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ മസ്റ്റാണ്. കാരണം ആക്ഷൻ റിസർച്ച് ഞാൻ പല പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആക്ഷൻ റിസർച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ റിസർച്ച് പ്രപ്പോസ് ചെയ്തത് കുർട്ട് ലിവിൻ ആണ്. ആൻഡ് ആക്ഷൻ റിസർച്ച് എപ്പോഴും ഒരു കറണ്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ലോക്കൽ പ്രോബ്ലംസിന് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ആക്ഷൻ റിസർച്ച്. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി, ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആക്ഷൻ റിസർച്ചിലേക്കാണ്. നോട്ട് ദ പോയിന്റ്, ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം വരുന്നത് ആക്ഷൻ റിസർച്ചിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ റിസർച്ച്. എല്ലാവർക്കും അറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റ് ഓറിയൻറ്റഡ് ആണ്. നമ്മൾ പണ്ടത്തെ കാര്യങ്ങളിനെ കുത്തിപ്പൊക്കി അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിൻ്റെ കറക്റ്റ് മാച്ച് എന്ന് പറയുന്നത് പാസ്റ്റ് ഓറിയൻറ്റഡ് തന്നെയായിരിക്കും. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട കാര്യം വേരിയബിൾസ് എന്ന് പറഞ്ഞ പോയിന്റ് ഓപ്പോസിറ്റ് സൈഡിലുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ചിന് ഉറപ്പിച്ചോ അത് കൺട്രോൾ ഓഫ് വേരിയബിൾസ് തന്നെയായിരിക്കും. വേരിയബിൾ എന്ന് പറഞ്ഞ അപ്പുറത്തെ സൈഡിലുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആ വേരിയബിൾസിൻ്റെ തന്നെയായിരിക്കും. ഓക്കെ, എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ മറ്റൊരു കീവേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അത് തമ്മിലുള്ള ആ ഒരു റിലേഷനെയാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ആൻസർ പറയാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഫോർ എ പ്രൊജക്റ്റ്? നമ്മളെല്ലാവരും പ്രൊജക്റ്റ് ചെയ്തവരാണ് അല്ലേ? നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്തപ്പോഴും ലാസ്റ്റ് സെമ്മിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുമ്പോഴും നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തപ്പോൾ അതിൽ സ്കോറിംഗ് ആയിട്ട്
അല്ലാത്ത ഇൻഡിക്കേറ്റർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് നോക്കാം. എക്സ്പ്രഷൻ, ഡേറ്റ കളക്ഷൻ, റിപ്പോർട്ടിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ. നമുക്ക് ഒരു പ്രൊജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളോട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറയും. സോ ഡേറ്റ കളക്ഷൻ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് എന്നുള്ളതും അത് നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് പ്രസൻറ്റേഷൻ അതും നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. സോ ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്കോറിംഗ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ, ദാറ്റ് ഇസ് എക്സ്പ്രഷൻ ആയിരിക്കും ഇതിൻ്റെ ഒരു സ്കോറിംഗ് ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ കണക്കാക്കാത്തത്. ഓക്കെ, so I think this question is all clear to you. Now let's move to the last question. DIET നെ പറ്റി ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ തന്നെ ഇൻ ഡെപ്ത് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ ഫുൾ ഫോം ആണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഞാൻ എല്ലാ ഓപ്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതോടൊപ്പം തന്നെ അതിനെപ്പറ്റി ഞാനൊരു 2-3 സെൻറ്റൻസിൽ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, സോ ആദ്യം നമ്മൾക്ക് DIETൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഹയർ എഡ്യൂക്കേഷൻ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതും ഇതുപോലെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോജിക് അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ സെൻസ് കൊണ്ടൊന്ന് ചിന്തിക്കൂ. ഈ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിയും വരുന്നത് ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലാരിഫൈഡ് ആയല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഐ എപ്പോഴും വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇ വരുമ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ സീരീസിൻ്റെ കാര്യമായിട്ടോ ഞാൻ മെൻഷൻ ചെയ്യുന്നത്. വരുമ്പോൾ എഡ്യൂക്കേഷൻ ആയിരിക്കും. ആൻഡ് ടി വരുന്നത് ട്രെയിനിങ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓക്കെ, ഈ ഒരു ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ, ഇറ്റ് വർക്ക്സ് വണ്ടർ. ഓക്കെ, ഡി എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാം ഡിസ്ട്രിക്റ്റ് തന്നെയായിരിക്കും. ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്, ടി എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. സോ നമ്മൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ ഫുൾ ഫോമും കിട്ടി. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാണ് ഈ ഒരു അക്രോണമിൻ്റെ ഫുൾ ഫോം. ദാറ്റ്സ് ഇറ്റ്. സോ ഇനി നമുക്ക് DIET എന്നുള്ളതിൻ്റെ കുറച്ചൊരു 2-3 വേർഡ്സിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പറയാം. ഇറ്റ് ഈസ് എ നോഡൽ ഏജൻസി ഫോർ പ്രൊവൈഡിങ് അക്കാഡമിക് ആൻഡ് റിസോഴ്സ് സപ്പോർട്ട് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ ഫോർ ദ സക്സസ് ഓഫ് വേരിയസ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാംസ് അണ്ടർടേക്കൺ ഇൻ ദ ഏരിയാസ് ഓഫ് എലിമെൻ്ററി ആൻഡ് അഡൽട്ട് എഡ്യൂക്കേഷൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി ആൻഡ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ. സോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു DIET എന്ന് പറയുന്നത് ഒരു നോഡൽ ഏജൻസിയാണ് ഫോർ പ്രൊവൈഡിങ് അക്കാഡമിക് ആൻഡ് റിസോഴ്സ് സപ്പോർട്ട്. അക്കാഡമിക്കായിട്ടും അതുപോലെ തന്നെ ഒരു റിസോഴ്സ് സപ്പോർട്ടായിട്ട്. ഗ്രാസ് റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വേര് തുടങ്ങി എന്നുള്ള രീതിയാണ് ഗ്രാസ് റൂട്ട് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ ഒരു സക്സസ്സിന് അവർ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഇല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് DIET എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ഫങ്ഷൻ ഓഫ് DIET എന്ന് പറയുമ്പോൾ ദേ ആർ ട്രെയിനിങ്, റിസോഴ്സ് സപ്പോർട്ടാണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിസർച്ച് ആൻഡ് മോണിറ്ററിങ്, ഇവാലുവേഷൻ ആൻഡ് കോർഡിനേഷൻ. ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുന്ന പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ് ഇസ് ടു ഇംപ്രൂവ് ആൻഡ് എൻറിച്ച് ദ അക്കാഡമിക് എക്യുപ്മെൻറ്റ് ഓഫ് എലിമെൻ്ററി സ്കൂൾ ടീച്ചേഴ്സ്, നോൺ ഫോർമൽ ആൻഡ് അഡൽട്ട് എഡ്യൂക്കേഷൻ ഫങ്ഷണറീസ് ആൻഡ് അതർ പേഴ്സണൽ ഡൗൺ ദ ലോവസ്റ്റ്. സോ ഇത് എപ്പോഴും എൻറിച്ച് ചെയ്യുന്നത് അക്കാഡമിക് എക്യുപ്മെൻറ്റ്സ് ആണ്. നമ്മുടെ എലിമെൻ്ററി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ അക്കാഡമിക് എക്യുപ്മെൻറ്റ്സിനാണ് കൂടുതൽ അത് എൻറിച്ച് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു അഡൽട്ട് എഡ്യൂക്കേഷൻ ഫങ്ഷണറീസ് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും അത് ട്രൈ ചെയ്യും. സോ DIET എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് പിക്ചർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നോഡൽ ഏജൻസിയാണ് ഫോർ പ്രൊവൈഡിങ് അക്കാഡമിക് ആൻഡ് റിസോഴ്സ് സപ്പോർട്ട് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ for the success of various strategies and programs undertaken in the areas of elementary and adult education. So നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. സോ ഇത്രേ ഉള്ളൂ, നമ്മളിപ്പോൾ 6 questions ആണ് ഡിസ്കസ് ചെയ്തത്. സോ വിത്ത് ദിസ് നോട്ട് we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.